വചനത്തെക്കുറിച്ച് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട സത്യമാണ് യേശു ക്രിസ്തുവാണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ അനന്യ വചനം എന്നത്. യോഹന്നാന്റെ സുവിശേഷം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. യേശു ക്രിസ്തുവാണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ അനന്യ വചനം. വീണ്ടും യോഹന്നാൻ ശ്ലീഹ 1 അധ്യായം 14 വാക്യത്തിൽ നമ്മെ പഠിപ്പിക്കുകയാണ്, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ഈ ഒരു വചനം മനസ്സിലാക്കുമ്പോൾ യേശു ക്രിസ്തുവാണ് മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിക്കുന്ന ദൈവവചനം. ഇത് അലങ്കാരികമായിട്ട് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ അവിടെ എഴുതി വയ്ക്കുന്ന ഒരു വാക്കല്ല. കാരണം അടുത്ത വചനത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ വായിക്കുന്ന കാര്യം ഇതാണ്: അവൻ്റെ മഹത്വം ഞങ്ങൾ ദർശിച്ചു. അതായത് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹയും ശ്ലീഹന്മാരും ഒക്കെ കണ്ട് അറിഞ്ഞ അനുഭവിച്ച സത്യത്തെ വചനം മാംസം ധരിച്ച യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്. അവിടെ കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റേതുമായ മഹത്വം എന്നാണ് അവിടെ പറയുന്നത്. യേശു ക്രിസ്തുവിനെ കുറിച്ച് തന്നെ വ്യക്തമായിട്ട് പറയുകയാണ്, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അതുകൊണ്ടാണ് സഭ നമ്മെ പഠിപ്പിക്കുന്നത് എക്കാലത്തും വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനത്തെ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തെ എന്ന പോലെ സഭ ആദരിച്ചിരുന്നു. വിശുദ്ധ ബെർണാഡ് പറയുന്നുണ്ട്, വചനം മൂകമായ ഒരു ഭാഷയല്ല, അത് മാംസം ധരിച്ച ജീവിക്കുന്ന വചനമാണ്. യേശു ക്രിസ്തു തന്നെയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ പറയുന്ന ഓരോ വാക്കുകളും, എല്ലാ വാക്കുകളും നയിക്കുന്നത് യേശു ക്രിസ്തു എന്ന അനന്യ വചനം, വചനം മാംസം ധരിച്ച യേശു ക്രിസ്തുവിലേക്കാണ്.